നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. സൗദി പ്രോ ലീഗിൽ അൽ നസർ അൽ ഇത്തിഹാദിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചല്ലോ. ആ കളിയിൽ പക്ഷേ വലിയ രൂപത്തിൽ വിവാദമായി മാറി റഫറിയുടെ ചില തീരുമാനങ്ങളൊക്കെ. ഇപ്പോൾ അൽ ഇത്തിഹാദിൻ്റെ കോച്ച് സെർജിയോ കോൺസിസാവോ കളിക്ക് ശേഷം പ്രതികരിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ കണ്ടില്ലേ ഇന്ന് എന്താണ് സംഭവിച്ചതെന്ന്? ഇതൊക്കെ റഫറിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരാൾക്കും ഇതൊന്നും നിഷേധിക്കാൻ പറ്റില്ല. ടീമുകൾ വളരെ ക്ലോസ് ആയിട്ട് തന്നെയാണ് മത്സരിച്ചത്. ഞങ്ങളൊരു ചാലഞ്ചിങ് പീരീഡിന് ശേഷമാണ് വരുന്നത്. ഇത്തരത്തിലുള്ള റഫറിങ് ഡിസിഷൻസ് കളിയുടെ ഫ്ലോയെ തന്നെ ബാധിക്കും. ഒട്ടും ശരിയായ രൂപത്തിലല്ല കാര്യങ്ങൾ പോയത് എന്ന് സെർജിയോ കോൺസിസാവോ ആരോപിച്ചു. അവരുടെ താരങ്ങൾ ഓരോരുത്തരായിട്ട് ഇപ്പോൾ സംതിങ് ആർ ജസ്റ്റ് സ്ക്രിപ്റ്റഡ്, ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്നാണ് ഡാനിലോ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പ്രതികരിച്ചത്. ഫാബിഞ്ഞോ പറഞ്ഞതോ, ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ സ്മോൾ ഡീറ്റെയിൽസ് റിസൾട്ടിനെ ബാധിക്കും, ചെറിയ കാര്യങ്ങൾ. സോ നമ്മൾ ആ പെനാൽറ്റിയെക്കുറിച്ചൊന്ന് സംസാരിക്കുകയാണെങ്കിൽ നോക്കുക, ഞങ്ങൾക്ക് അതുപോലെ സെയിം സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. റഫറി ഞങ്ങൾക്ക് പെനാൽറ്റി തന്നില്ല, പക്ഷെ അവർക്ക് അത്തരമൊരു സിറ്റുവേഷനിൽ പെനാൽറ്റി കൊടുത്തു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ ഏതാണ്ട് 2 മിനിറ്റോളം എടുത്തു അയാളൊരു തീരുമാനമെടുക്കാൻ. മറുഭാഗത്ത് 2 സെക്കൻഡ് കൊണ്ട് തീരുമാനമെടുത്തു. എനിക്കറിയില്ല ഇതിൻ്റെയൊക്കെ പുറകിൽ എന്താണെന്ന്, സത്യസന്ധമായിട്ട് എനിക്കറിയില്ല എന്നാണ് ഫാബിഞ്ഞോ ആഞ്ഞടിച്ച് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞില്ല. അൽ ഇത്തിഹാദ് ഇതുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇറക്കി. ആ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറഞ്ഞത്, അൽ ഇത്തിഹാദ് ക്ലബ്ബ് അതിൻ്റെ ഡിസാറ്റിസ്ഫാക്ഷൻ അറിയിക്കുകയാണ് വിത്ത് ദി സീരിയസ് റഫറിംഗ് എറേഴ്സ് ദാറ്റ് ഒക്കേർഡ് ഡ്യൂറിംഗ് ദി ഫസ്റ്റ് ടീംസ് ഫുട്ബോൾ മാച്ച് അഗെയിൻസ്റ്റ് അൽ നസർ ക്ലബ്ബ്. അത് ഡയറക്റ്റ്ലി മത്സരത്തിൻ്റെ റിസൾട്ടിനെ ബാധിച്ച തീരുമാനങ്ങളാണ്. 2 ക്ലിയർ ആൻഡ് ഡിസേർവ്ഡ് പെനാൽറ്റി കിക്സ് ഞങ്ങൾക്ക് തന്നില്ല, ടീമിന് അനുകൂലമായി തന്നില്ല. തീർച്ചയായിട്ടും ഇത് കളിയെ വളരെ മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ക്ലബ്ബ് കൺഫേം ദാറ്റ് വൺ ഓഫ് ദീസ് കേസസ് വാസ് ക്ലിയർ ആൻഡ് എക്സ്പ്ലിസിറ്റ്. ഈ പെനാൽറ്റികളിൽ 2 വരെ ബാധിക്കുന്നതിൽ 1 പൂർണ്ണമായിട്ടും ക്ലിയർ ആയിരുന്നു. തീർച്ചയായിട്ടും ഇതിൽ വാർ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ടും ആ ഒരു പെനാൽറ്റി കൊടുക്കണമായിരുന്നു. ബട്ട് ദിസ് വാസ് നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ലബ്ബ് വളരെ വലിയ രൂപത്തിൽ ഇതിനെതിരെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഫെയർ കോമ്പറ്റീഷൻ ആവശ്യമാണ് എന്ന് അവരാവശ്യപ്പെടുന്നു. അത് കൂടാതെ മറ്റൊരു വിവാദം കൂടിയുണ്ട്. അതായത് അബ്ദുള്ള അൽ ഹംദാനെ അൽ നസർ കളിപ്പിച്ചത് ശരിയായ രൂപത്തിലല്ല. അൽ ഹിലാൽ താരം കൂടുമാറിയതിനെതിരെ ഒഫീഷ്യൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അൽ ഇത്തിഹാദ് ഇപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പ്രൊട്ടസ്റ്റ് എന്ന രൂപത്തിൽ അബ്ദുള്ള അൽ ഹംദാൻ്റെ എലിജിബിലിറ്റി, ഈ മത്സരത്തിൽ കളിക്കാനുള്ള എലിജിബിലിറ്റി അവർ ചോദ്യം ചെയ്യുന്നു. അവരും ഇപ്പോൾ ഒഫീഷ്യൽ പ്രൊട്ടസ്റ്റ് അവർ ഫയൽ ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ അൽ നസറിനെതിരെ ശക്തമായ നീക്കങ്ങളാണ് അൽ ഇത്തിഹാദും അൽ ഹിലാലും ഒക്കെ നടത്തുന്നത്. ഇതിൻ്റെ എന്ത് റിസൾട്ട് വരും എന്നുള്ളത് കാത്തിരുന്ന് കാണും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.